ഈ പറയുന്ന കേരളത്തിലെ പോപ്പുലറായ യൂട്യൂബ് ചാനലിലെ അതിനകത്ത് യൂസഫ് അലിയുടെ ഇഷ്യൂവും അജിത് ഡോവലിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. കാരണം പൊട്ടത്തരമാണ് കാണിച്ച മുഴുവൻ. പിന്നീട് അതിൻ്റെ പേരിൽ ഡൽഹി ഹൈക്കോടതി ഇടപെടുന്നു. ഈ സാധനങ്ങൾ മുഴുവൻ എടുത്തു മാറ്റുന്നു. മുകുൾ റസ്തോഗി എന്ന് പറയുന്ന സീനിയർ അഭിഭാഷകനാണ് ഈ യൂസഫ് അലിക്ക് വേണ്ടി ഹാജരാകുന്നത്. അതായത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിൻ്റെ മകൻ ഈ പറയുന്ന യൂസഫ് അലിയുടെ ബന്ധുവായിട്ട് വലിയ ഡീൽ നടത്തുന്നു. അതായത് ഒരു വൈൽഡ് അലിഗേഷൻ, പൂർണ്ണമായിട്ടും തെറ്റ്. പിന്നീട് യൂസഫ് അലിയെ പറ്റി എന്ത് പറഞ്ഞാലും യൂസഫ് അലി ഒരു മലയാളിയാണ്. അദ്ദേഹം കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു മനുഷ്യനാണ്. അപ്പം അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ മാത്രം അതിന് ശരിക്കും വ്യൂസ് കിട്ടുന്നു. അപ്പോൾ ഈ മഹാനായ യൂട്യൂബർ എന്താ പറഞ്ഞത്? അതായത് വ്യൂസ് ഇഷ്ടം പോലുണ്ട്, ഞാനത് ശക്തമായ ഭാഷയിലാണ് എതിർത്തത്. അപ്പം അതിൻ്റെ പേരിൽ പിന്നീട് അടുപ്പിച്ചടുപ്പിച്ച് പല കേസുകൾ വരും. അതായത് അപ്പോഴും ഞാൻ പറഞ്ഞു, അപ്പോഴും വീണ്ടും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, അതായത് പ്രോപ്പർ റിസർച്ച് ഇല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയും, ആരെങ്കിലും വാട്സപ്പിൽ എന്തെങ്കിലും അയച്ചു കൊടുക്കും, അതിനെപ്പറ്റി ഒരു ഡ്യൂ ഡെലിജൻസ് ഇല്ല, വായി തോന്നുന്നു വിളിച്ച് പറയും. ഇതാ ഞാൻ പറഞ്ഞു, ഞാനത് പറഞ്ഞതാണ്. പിന്നെ എനിക്കെതിരെ അദ്ദേഹം വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ എന്നെ പറ്റി പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഫൈൻ. കാരണം ജനാധിപത്യ ഇന്ത്യയാണ്, എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം അത് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ ഈ കോപ്പി അടിച്ചു അവിടുന്ന് മാറ്റി മലയാള പത്രങ്ങൾ കോപ്പി അടിച്ചൊന്നും ഞാൻ ചെയ്യാറില്ല. സത്യം പറയാമല്ലോ, മലയാള പത്രം ഞാൻ വായിക്കാറില്ല. മലയാളം ന്യൂസുകൾ ചിലപ്പോൾ ഓടിച്ചോടിച്ച് കാണും, അല്ലാതെ പ്രോപ്പറായിട്ട് ഞാനത് ഫുൾ ടൈം, കാരണം ഒരു പറയുന്ന കാര്യം പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.